തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും നോൺ ഇൻവേസീവ് ശരീരത്തിന് പുറമേ ഉള്ള ചികിത്സകളാണ് ഈ കോഴ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രൊഫഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തെറാപ്യൂട്ടിക് പാരാമെഡിക്കൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 5 കോഴ്സുകളാണ് ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി, ഡയാലിസിസ് ടെക്നോളജി, സൈക്കോളജി. ഇതിൽ ഒന്നാമത്തേത് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി. ഇതിൽ പ്രധാനമായിട്ടും ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് സേവനം ആവശ്യപ്പെടുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് അവരുടേതായ ചില ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. അത് ചിലപ്പം ഹീറ്റ് കൊണ്ടാവാം, കോൾഡ് കൊണ്ടാകാം, അങ്ങനെ ഒട്ടനവധി മെത്തേഡ്സ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അപകടങ്ങളും സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ട് അവരെ തിരികെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി നമുക്ക് ഡിപ്ലോമ, ഡിഗ്രി, MSc, PhD അങ്ങനെ വിവിധ കോഴ്സുകൾ നിലവിലുണ്ട്. ഫിസിയോതെറാപ്പി പഠിച്ചവർക്ക് ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകൾ, റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ, സ്പോർട്സ് അക്കാഡമിയിലൊക്കെ നമുക്ക് ജോലി ലഭിക്കാറുണ്ട്. ഇതിൽ രണ്ടാമത്താണ് ഒക്കുപേഷണൽ തെറാപ്പി. ഇതൊരു വിശാലമായൊരു ഫീൽഡാണ്. ഇതിൽ പ്രധാനമായിട്ടും ഒക്കുപേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടത്, മുതിർന്ന ബന്ധപ്പെട്ടത്, മെൻ്റൽ ഹെൽത്ത് ബന്ധപ്പെട്ടത്, എർഗണോമിക്സുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒട്ടനവധി വിശാലമായ ഒരു മേഖലയാണ് ഈ ഒക്കുപേഷണൽ തെറാപ്പി കോഴ്സ്. പല വിദേശ രാജ്യങ്ങളും ഓഫീസുകൾക്ക് പോലും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി സംബന്ധമായ കാര്യങ്ങൾ, അതേപോലെ ഓഫീസിനുള്ളിലെ ലൈറ്റിങ്, അതേപോലെ നമ്മുടെ ബേസിക് സപ്പോർട്ടുകൾ കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് പരിശോധിക്കുന്ന ജോലിയാണ് പ്രധാനമായിട്ടും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒക്കുപേഷണൽ തെറാപ്പി കോഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ജോലി ലഭിക്കാവുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകൾ, റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, സ്കൂളുകൾ, കോർപ്പറേറ്റ് ഓഫീസുകൾ, അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിയിലും ഡിപ്ലോമ, ഡിഗ്രി, MSc, PhD തുടങ്ങിയ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അടുത്ത മൂന്നാമത്തത് സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി കോഴ്സ്. ഇവിടെ പ്രധാനമായിട്ടും സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹിയറിംഗ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ഇവരെ നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, ഹിയറിംഗ് എയ്ഡ് സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി കഴിഞ്ഞവർക്ക് നമുക്ക് ജോബ് കിട്ടാൻ സാധ്യതയുള്ളത് ഹോസ്പിറ്റലുകൾ, അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകൾ, അതേപോലെ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഒക്കെ ജോലി ലഭിക്കാവുന്നതാണ്. നാലാമത്താണ് ഡയാലിസിസ് ടെക്നോളജി കോഴ്സ്. ഇവിടെ പ്രധാനമായിട്ടും ഡയാലിസിസ് മെഷീൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ ഡയാലിസ് ചെയ്യാൻ സഹായിക്കുക, പേഷ്യൻറ്റ് മോണിറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഈ ഡയാലിസിസ് ടെക്നോളജിയിലും ഡിഗ്രി, ഡിപ്ലോമ, PG കോഴ്സുകൾ നിലവിലുണ്ട്. ഇവരെ നമ്മൾ ഡയാലിസിസ് ടെക്നീഷ്യൻസ്, ഡയാലിസിസ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ജോലി കിട്ടുന്നത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളിൽ, ഡയാലിസിസ് ക്ലിനിക്കുകളൊക്കെയാണ് ജോലി ലഭിക്കാറുള്ളത്. അടുത്ത അഞ്ചാമത്തെ തെറാപ്യൂട്ടിക് പാരാമെഡിക്കൽ ഫീൽഡാണ് സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും കൗൺസിലിംഗ് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. ഇതിലും ഡിപ്ലോമ, ഡിഗ്രി, PG കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ സൈക്കോളജി കോഴ്സ് പൂർത്തിയായി നമുക്ക് ജോലി ലഭിക്കാവുന്നത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ, ഹോസ്പിറ്റലുകളിൽ, കോപ്പറേറ്റീവ് വെൽനസ് പ്രോഗ്രാമിന്, റീഹാബ് സെൻറ്ററുകളിൽ ജോലി ലഭിക്കാറുണ്ട്. നമ്മളിന്ന് പ്രധാനമായിട്ടും തെറാപ്യൂട്ടിക് പാരാമെഡിക്കൽ ഫീൽഡ്സിലെ കോഴ്സുകളെ പറ്റിയാണ് സംസാരിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.